ഈ കൊച്ചി 24 മണിക്കൂറും ഫോണിലാണ്, എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇത് നിങ്ങളുടെ വീട്ടിലെ മാത്രം പ്രശ്നമല്ല, സകല വീട്ടിലും ഇത് തന്നെയാണ് പ്രശ്നം. ഇവരിങ്ങനെ വെറുതെ വഴക്ക് പറഞ്ഞിട്ട് മാത്രം ഒരു കാര്യമില്ല. ഇവർക്ക് ഫോൺ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ ഡോപ്പമിൻ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഫോൺ യൂസ് ചെയ്യുന്നത് പയ്യെ നിർത്തിക്കോളും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൂടെ അവർ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഫോൺ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഡോപ്പമിനും സന്തോഷവും അവർക്ക് കിട്ടും. അപ്പോൾ അവർക്ക് ഫോണിനോടുള്ള ഒരു അഡിക്ഷൻ കുറയും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. നമ്പർ 1, നമ്മുടെ ഫോൺ യൂസ് കുറയ്ക്കുക. ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. നമ്പർ 2, ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക. അവർക്ക് ഫോൺ യൂസ് ചെയ്യാനായിട്ട് ഡെയിലി ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക. അതായത് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 60 മിനിറ്റ്സ് മാക്സിമം സെറ്റ് ചെയ്യുക. ഇതുമായിട്ട് അവർ യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു നോർമൽ റൊട്ടീൻ ആയിക്കോളും. നമ്പർ 3, ബെഡ്റൂമിലും ഫുഡ് കഴിക്കുന്ന സമയത്തും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സ്ട്രിക്റ്റ് റൂൾ കൊണ്ടുവരിക. നമ്മളും അത് ഫോളോ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കത് ശീലമായി കഴിയുമ്പോഴത്തേക്ക് അതൊരു നോർമൽ റൊട്ടീനായി മാറിക്കോളും. നമ്പർ 4, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അവരുടെ കൂടെ എന്തെങ്കിലും ഫൺ ആക്ടിവിറ്റീസ്, ഗെയിംസ് ഒക്കെ കളിക്കുക. അതായത് ഗെയിം എന്നൊക്കെ പറയുമ്പോൾ ഓടിച്ചാടി കളിക്കണം എന്നല്ല പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ക്യാരംസ് കളിക്കാം, ലൂഡോ കളിക്കാം, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവരോട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഫോണിനോടുള്ള അഡിക്ഷൻ കുറയും. പിന്നൊരു കാര്യം, നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ, ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ അവരെ ഏൽപ്പിക്കുക. ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെ അവർ ചെയ്യുമ്പോഴത്തേക്ക് അവർ നമ്മളുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവും. അവർ നമ്മളുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആവുന്നു അത്രത്തോളം അവർ ഫോണുമായിട്ട് ഡിസ്കണക്റ്റഡ് ആവും.